നമസ്കാരം. ഫെനിക്സ് ലൈവിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയ അവിടെ എങ്ങനെ നിറവേറ്റപ്പെടുന്നു എന്നറിയുന്നതിന് ലോകത്തിന് താല്പര്യമുണ്ട്. ലോക ജനത 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ വളരെ ഉദ്വേഗത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത്. 2020 ആ കാത്തിരിപ്പ് ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയോ എന്ന് സംശയിക്കത്ത രീതിയിൽ നിലനിൽക്കുകയാണ്. 2020 നവംബർ 3 അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നിലവിലുള്ള പ്രസിഡന്റ് ട്രംപും ബൈഡനും തമ്മിലായിരുന്നു മത്സരം. തിരഞ്ഞെടുപ്പ് ഫലം ലോകത്തെ ജനാധിപത്യ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു അനുഭവമായി മാറി. ആരാണ് വിജയിച്ചതെന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ രണ്ടുപേരും വിജയം അവകാശപ്പെട്ടു എന്നതാണ് ശരി. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ അയഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഈ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് ഇന്ന് ഫെനിക്സ് ലൈവിൽ നമ്മോട് സംസാരിക്കുന്നത് ഭാരതത്തിന്റെ അമേരിക്കൻ സ്ഥാനപതിയായിരുന്ന ഡോക്ടർ TP ശ്രീനിവാസൻ സാറാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഇക്കഴിഞ്ഞ വർഷങ്ങളിലെ അമേരിക്കൻ ജനാധിപത്യത്തിൽ ഉണ്ടായിട്ടുള്ള കോളിളക്കങ്ങൾ കാണുമ്പോൾ അമേരിക്കൻ ജനാധിപത്യത്തിൽ അവസ്ഥാന്തരമുണ്ടായി എന്ന് പലർക്കും തോന്നാം. പക്ഷേ അമേരിക്കയുടെ 200 വർഷത്തെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനാധിപത്യം അനവരതമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ ജനാധിപത്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. വിശേഷിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന പാർലമെന്ററി സമ്പ്രദായത്തിൽ നിന്ന് നാം UK-യിൽ നിന്ന് കടമെടുത്ത പാർലമെന്ററി സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അമേരിക്കൻ ഡെമോക്രസി. അതുപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഫെഡറൽ റിപ്പബ്ലിക്കാണ്, ഫെഡറൽ സ്റ്റേറ്റാണ്. നമ്മളും ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഇന്ത്യക്ക് കുറെ യൂണിറ്ററി ആയിട്ടുള്ള പല ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. കാരണം നമ്മുടെ സ്റ്റേറ്റുകൾ അമേരിക്കയിലെ സ്റ്റേറ്റുകളെ പോലെ ഉള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. കൂടുതലും സെൻറ്ററിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പരമാധികാരമാണ് തുടർച്ചയായി നാം കാണുന്നത്. പക്ഷേ സ്റ്റേറ്റുകൾക്ക് അവരുടേതായ അധികാരമുണ്ട്. നമ്മുടെ പാർലമെന്റിൽ, നമ്മുടെ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റും സെൻട്രൽ ലിസ്റ്റും ഒക്കെ സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ ഉള്ളത് കൊണ്ട് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റേറ്റുകൾക്കുമുണ്ട്. പക്ഷെ അമേരിക്കയിലെ സ്റ്റേറ്റുകൾക്ക് അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരു കാലിഫോർണിയയെ പറ്റി പോലെയുള്ള ഒരു സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ വലിയ രാജ്യങ്ങളിൽ ഒന്നായി തന്നെ മാറാൻ കഴിയുന്ന തരത്തിലാണ് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയും ഘടനയും ശക്തിയും എല്ലാം. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഐക്യനാടുകൾ തന്നെയാണ്. അതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, പാർലമെന്ററി സമ്പ്രദായത്തിലെ പോലെ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി അല്ല പ്രസിഡന്റിനെ നിയമിക്കുന്നത്. നമ്മുടെ പാർലമെന്റിലെ പോലെ അല്ല. നമ്മുടെ പാർലമെന്റിലാണെങ്കിൽ വിജയിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രിയാവുക. പ്രധാനമന്ത്രി മാത്രമല്ല, എല്ലാവരും മന്ത്രിമാരും എല്ലാം ആ പാർട്ടിയിൽ നിന്ന് ആയിരിക്കും. പക്ഷെ അമേരിക്കയിൽ ക്യാബിനറ്റിൽ പാർലമെന്റേറിയൻസേ ഇല്ല എന്ന് പറയണം. ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറുമായിട്ടുള്ള വ്യത്യാസം വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് സെനറ്റിലും കോൺഗ്രസിലും വ്യത്യസ്തമായ പാർട്ടികൾ ഭൂരിപക്ഷം നേടിയെന്ന് വരാം. അത് പ്രസിഡന്റിന്റെ പാർട്ടി അല്ല എങ്കിൽ പ്രസിഡന്റിന് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാലും തുടരെ പ്രസിഡന്റും കോൺഗ്രസും സെനറ്റും ഒന്നിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അമേരിക്കൻ ജനാധിപത്യം ഉറപ്പാവുകയുള്ളൂ. ജുഡീഷ്യറി നോക്കിയാൽ നാം കാണുന്നത് ഇന്ത്യയിലെ പോലെയല്ല. ഇന്ത്യയിലുമൊക്കെ ഗവൺമെന്റ് തന്നെയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നതെങ്കിലും ജഡ്ജിമാരുടെ ഒരു ഐഡിയോളജി നോക്കി പാർട്ടി അല്ല നിയമിക്കുന്നത്.
അതേസമയം അമേരിക്കയിലാണെങ്കിൽ സുപ്രീം കോർട്ട് വിശേഷിച്ചും പ്രസിഡന്റിന്റെ നോമിനീസ് ആണ്. അവർക്കെല്ലാം അവരുടേതായ ഒരു താത്വിക ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോർട്ടിൽ പോകുമ്പോൾ പ്രസിഡന്റിന് കൂടുതൽ സാധ്യതകളുണ്ട്. പിന്നൊന്ന്, ജഡ്ജിമാരൊക്കെ മരിക്കുന്നവരെയാണ് തുടരുക. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി ജുഡീഷ്യറിക്കുണ്ട്. അതുകൊണ്ട് ജുഡീഷ്യറിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ജനങ്ങളുടെ ഭരണം തന്നെയാണ് അമേരിക്കയിൽ എല്ലാ കാലത്തും. പക്ഷെ അതിലുണ്ടാകുന്ന അതിൻ്റെ പ്രോസസ്സുകളുടെ കാരണം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ കാര്യങ്ങൾ പലതരത്തിലും പോകുന്നു, ജനാധിപത്യം തകരാറിലാകുന്നു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരു 2 പാർട്ടി മാത്രമുള്ള ഒരു ജനാധിപത്യമാണ് അമേരിക്കയിലുള്ളത്. മറ്റു പാർട്ടികളില്ല. റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും മാറി മാറി ചിലപ്പോൾ തുടർച്ചയായി തന്നെ ഭരണം നടത്തുന്നു. ഏകദേശം എല്ലാ പ്രസിഡന്റുമാർക്കും രണ്ടാമതും ഒരു ചാൻസ് ലഭിക്കുന്നു. എന്നാൽ 2 ടേം കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റിനും ഒരു ദിവസം പോലും തുടരാനും കഴിയുകയില്ല. ഇതൊക്കെ പുതുമകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിന്റെ ശക്തി നോക്കൂ. പ്രസിഡന്റിന് 2 തവണയിൽ കൂടുതൽ പ്രസിഡന്റായി കഴിയാറില്ല എന്നുള്ളത് വളരെ നിർണായകരമായ ഒരു കാര്യമാണ്. കാരണം ജനാധിപത്യത്തിൽ വർഷങ്ങളോളം പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും തുടരുന്ന രാജ്യങ്ങളാണ് നമ്മുടെ ചുറ്റും കാണുന്നത്, വിശേഷിച്ചും വികസ്വര രാജ്യങ്ങൾ. അത് അവിടെ സംഭവിക്കുന്നില്ല. പിന്നെ ഈ 2 പാർട്ടികളും തമ്മിൽ വലിയ താത്വികമായി ഐഡിയോളജിക്കലായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഡെമോക്രാറ്റ്സ് എന്നൊരു പേരും റിപ്പബ്ലിക്കൻസ് എന്നൊരു പേരും ഉണ്ടെങ്കിലും എല്ലാവരും ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നവരാണ്, ജനങ്ങളുടെ അഭിപ്രായത്തിൽ വിശ്വസിക്കുന്നവരാണ്, തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കുന്നവരാണ്. മറ്റൊരു പ്രശ്നം, നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഫെഡറൽ സംവിധാനത്തിന്റെ പ്രത്യേകതകളുണ്ട്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമുള്ളത് കൊണ്ടും തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഒരു അൺസ്റ്റേബിൾ ആയിട്ട് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് ഇത്രയും പുരോഗമിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള ഒരു രാജ്യത്ത് വോട്ടെണ്ണാൻ ഇത്രയും സമയമെടുക്കുന്നത് എന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ ഇങ്ങോട്ട് അയക്കണം എന്നൊക്കെ. പക്ഷെ അതല്ല അവിടെ കാര്യം. അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്റ്റേറ്റുകൾക്ക് പ്രത്യേക തരത്തിലുള്ള നിയമങ്ങൾ ഉള്ളത് കൊണ്ട്, ഒരു യൂണിഫോം ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ടും സ്റ്റേറ്റുകൾക്കാണ് പ്രാധാന്യം. ഇപ്പൊ ഇന്ന് വരെ സ്റ്റേറ്റുകളൊന്നും ആരാണ് അവരുടെ ഇലക്ട്രൽ വോട്ട്സ് എന്ന് പറഞ്ഞിട്ടില്ല. അവർക്കാണ് അതിന്റെ അധികാരം. അതുകൊണ്ടാണ് ചിലർ ഇപ്പോഴും പറയുന്നത് പ്രസിഡന്റ് ട്രംപിന് തിരിച്ചു വരാനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞുകൂടാ എന്ന്. കാരണം ഈ സ്റ്റേറ്റുകൾ അവസാനം ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും ഒരു തുറന്ന ചോദ്യമാണ്. കാരണം ഏതെങ്കിലും അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റേറ്റുകൾക്ക് ആ തെരഞ്ഞെടുപ്പിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ തന്നെ പ്രതിനിധികളെ ഇലക്ട്രൽ കോളേജിൽ അയക്കാൻ കഴിയുമെന്നുള്ള അസാധാരണമായ ഒരു സമ്പ്രദായം തീർച്ചയായും ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ നമ്മൾ കാണുന്ന വലിയ സംഘടനകളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കണ്ട് നമ്മൾ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളുടെ ഇതിൽ കുറവാണ് അവിടെ ഉണ്ടാകുന്ന അഴിമതികളും മറ്റും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ട് ഉപയോഗിക്കുന്നു. അമേരിക്ക ഇലക്ട്രോണിക് വോട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് അതിശയമല്ലേ. ഇപ്പോഴും കടലാസിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. അതിന്റെ കാരണം ഇലക്ട്രോണിക് വോട്ടിങ്ങിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അങ്ങനെയുള്ള പരാതികളുണ്ടല്ലോ. ചില പാർട്ടികൾ വിജയിക്കുന്നത് ഇലക്ട്രോണിക് വോട്ട്സ് കാരണമാണെന്നും അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നൊക്കെ നമ്മളിപ്പോഴും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും, ഇത്രയും വോട്ടുകൾ എണ്ണുന്നതിലും അതുപോലെയുള്ള ഒരു പരിപാടിയിലേക്ക് നീങ്ങുന്നതിലും ഒരു പാർട്ടിക്കും താല്പര്യമില്ലാത്തത് കൊണ്ടും നമ്മളിപ്പോഴും ഇലക്ട്രോണിക് വോട്ടിങ്ങിൽ തുടരുകയാണ്. പക്ഷെ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുക, ചോദ്യങ്ങൾ ഉണ്ടാവുക ഒക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളും ഇലക്ട്രോണിക് വോട്ടിംഗ് വിട്ടുപോയി എന്ന് വരാം. പക്ഷെ അതുകൊണ്ട് ഇതെല്ലാം പുറത്തു കാണുന്ന ഒരു ഉപരിപ്ലവമായ മാറ്റങ്ങളാണ് നമ്മൾ അമേരിക്കയിൽ കാണുന്നത്. ജനാധിപത്യം ഇപ്പോഴും വളരെ ശക്തമാണ്. ജോർജ് വാഷിംഗ്ടണും എബ്രഹാം ലിങ്കണും റൂസ്വെൽറ്റും
ജോൺ എഫ് കെന്നഡിയും ഒക്കെ തന്നെയാണ് അവിടുത്തെ എന്താണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ. അപ്പൊ അവരെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ജനാധിപത്യത്തിനെ തകർക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യവും അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് ഒരു വ്യത്യസ്തനായ പ്രസിഡന്റ് ആയിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് പോലും ആയിരുന്നില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനിയാകാൻ 1% ചാൻസ് ഉള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായി അദ്ദേഹം വിജയിച്ചു. അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ നയപരിപാടികളാണ്. കാരണം ഒരു കറുത്ത പ്രസിഡന്റ് അമേരിക്കയിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു അതിശയമായി. അപ്പോ ബറാക് ഒബാമ ഏത് തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ബറാക് ഒബാമയെ അവിശ്വസിക്കുകയും ഇനി ഒരു ബ്ലാക്ക് പ്രസിഡന്റ് ഉണ്ടായിക്കൂടാ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ധാരാളം വെള്ളക്കാർ അമേരിക്കയിലുണ്ട്. അപ്പൊ ഹിലറി ക്ലിന്റൺ ബറാക് ഒബാമയുടെ ഒരു പിന്തുടർച്ചാവകാശിയാണെന്നുള്ള ഒരു വിശ്വാസവും, അതുകൊണ്ട് മാറ്റങ്ങൾ വരണം, അതും ഒരു റൈറ്റ് എക്സ്ട്രീമിലേക്ക് പോകുന്ന മാറ്റങ്ങൾ വരണം എന്നുമുള്ള ആഗ്രഹം കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം ഇതുപോലെ ഒരു ഭ്രാന്ത സ്വഭാവമുള്ള ആളല്ലായിരുന്നെങ്കിൽ, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ ലോകത്തിന്റെ കൂടി സമ്മതത്തിലായിരുന്നു എങ്കിൽ അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് ആകുമായിരുന്നു. ഒരു നല്ല പ്രസിഡന്റ് എന്ന് ഒരുപക്ഷെ പേര് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. കള്ളം പറയുന്നതിന് യാതൊരു മടിയുമില്ല. പല കാര്യങ്ങളും പ്രധാനമായുള്ളത് അപ്രധാനമായി അദ്ദേഹം ചിന്തിക്കുന്നു. ഏറ്റവും കൂടുതൽ അമേരിക്കയെ സഹായിക്കുന്ന നേറ്റോയെയും അതുപോലെയുള്ള സുഹൃത്തുക്കളെയും വെടിയുന്നു. കിമ്മിന്റെയും ഷീ ജിൻപിങ്ങിന്റെയും ഒക്കെ പുറകെ പോകുന്നു. ഇങ്ങനെ ഒരു ഉപദേശം ലഭിക്കാത്ത ഒരു അൺകൺട്രോൾഡ് പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. എന്നാലും കൊറോണ വൈറസ് വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം വിജയിക്കും എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ അമേരിക്കയിലുണ്ട്. ഇത്തവണ തന്നെ 70 മില്യണിൽ കൂടുതൽ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം വിട്ടുപോകുകയില്ലെന്നും പ്രശ്നമുണ്ടാക്കുമെന്നും ഒക്കെ ഭയപ്പെടുത്തുന്നത്. ആ ഭയപ്പെടുത്തലൊന്നും യാതൊരു കാര്യമില്ല. ഞാൻ ആ കാലത്ത് തൊട്ട് തന്നെ പറയുന്നുണ്ട്, അമേരിക്കൻ സിസ്റ്റത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിന്റെ ഉത്തരവാദിത്വം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ്. മാറ്റം വന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ കൂടുതൽ ഇടതുവശത്തേക്കുള്ള ചലനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അവർക്ക് ജയിക്കാൻ കഴിയാത്തത്. പക്ഷെ ഇടതുപക്ഷത്തോട് വലിയ പ്രത്യേകതയൊന്നും അമേരിക്കൻ ജനതയ്ക്കില്ല. സാൻഡേഴ്സിനെ പറ്റി കേട്ട് കാണുന്നുണ്ട്. അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ്, ചെയ്യുകയും ചെയ്യും. വളരെയധികം വിശ്വാസ്യതയുള്ള വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് എന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹത്തിന് ഡെമോക്രാറ്റിക് നോമിനേഷൻ ലഭിക്കാത്തത്. അപ്പോ പൊതുവെ നമ്മൾ കാണുന്ന അവിടുത്തെ വ്യത്യാസം, ഡെമോക്രാറ്റിക് പാർട്ടി വീക്കർ സെക്ഷൻസിന്, ദുർബലമായ സെക്ഷനുകളെ, സ്ത്രീകളെ, കറുത്ത വർഗക്കാരെ ഒക്കെ സഹായിക്കുന്ന പാർട്ടിയാണെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി ധനികരുടെയും അതുപോലെ വൈറ്റ് സൂപ്രിമസിസ് എന്ന് വിശ്വസിക്കുന്ന, വെള്ളക്കാരാണ് ഏറ്റവും പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെയും പ്രതിഫലനമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വരേണ്ടത് ഈ രണ്ട് പാർട്ടികളും, ഡെമോക്രാറ്റിക് പാർട്ടി കുറച്ച് വലത്തോട്ടും റിപ്പബ്ലിക്കൻ പാർട്ടി കുറച്ച് ഇടത്തോട്ടും നീങ്ങുകയാണെങ്കിൽ ഈ രണ്ട് പാർട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് അമേരിക്ക ഇന്നും ഈ ഇത്രയുമെല്ലാം ക്ഷീണമുണ്ടായിട്ടും ഇത്രയുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ലോകത്തിൽ ഏറ്റവും കൂടുതൽ
കൊറോണ കൊണ്ട് മരിച്ചവരുണ്ടായിട്ടുള്ളൂ. ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ അമേരിക്ക മുന്നോട്ട് തുടരുമെന്നും അമേരിക്കയുടെ നേതൃത്വം നഷ്ടപ്പെടുകയുണ്ടെന്നും നമുക്ക് വിശ്വസിക്കാം. ചൈന വിശ്വസിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പരാജയത്തിന് മുമ്പ് തന്നെ കൊറോണ വൈറസിന്റെ കാരണം കൊണ്ട് അമേരിക്ക അസ്തമിക്കുകയാണ്. ഈ അമേരിക്ക അസ്തമിക്കുകയാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. പക്ഷേ അതിൻ്റെ ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ്, ആ ഒരു ഹോപ്പോട് കൂടിയാണ് അവർ ലോകത്തെമ്പാടും അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പൊ അമേരിക്ക ഒഴിഞ്ഞു പോകുന്ന സ്ഥലത്ത് അവർക്കൊരു സ്ഥാനം കിട്ടും എന്ന് ചൈന ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ചൈന എത്ര ശക്തമായാലും ഇപ്പോഴും അവരുടെ കയ്യിലുള്ള പണം അമേരിക്കൻ ഡോളേഴ്സ് ആണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അവരാ സമ്പ്രദായം മാറ്റാൻ തയ്യാറാണ്. IMF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ചൈനയിലേക്ക് മാറും എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. ലോക ബാങ്കിന്റെ മാറ്റങ്ങൾ വരുത്തുമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതൊക്കെയാണെങ്കിലും ഒരു 10-15 വർഷത്തേക്കെങ്കിലും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാരണം കുറെ മാറ്റങ്ങൾ കുറച്ചുകൂടെ ദ്രുതഗതിയിലായി എന്ന് പറയാം. പക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ബൈഡനെ പോലെ നല്ല കഴിവും അതുപോലെ അറിവും എക്സ്പീരിയൻസും ഒക്കെയുള്ള ഒരു നേതാവാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതല്ല, അമേരിക്ക ഷുഡ് ബി ഫസ്റ്റ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയെ വളരെയധികം ക്ഷീണിപ്പിച്ചു പ്രസിഡന്റ് ട്രംപ്. അപ്പോൾ അത് വലിയൊരു തെറ്റായിപ്പോയി. കാരണം അമേരിക്കയാണല്ലോ ഐക്യരാഷ്ട്ര സംഘടനയെ സൃഷ്ടിച്ചതും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോക ഗതിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതും. അപ്പോൾ അത് നഷ്ടമായി എന്നുള്ള സത്യമാണ്. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയിൽ വിശ്വാസം വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം കൊറോണ വൈറസ് വന്നപ്പോൾ ഒരു യോഗം കൂടാൻ പോലുമുള്ള ശക്തി ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണം ചൈന തന്നെയാണ്. വീറ്റോ ശക്തി ഉണ്ട് എന്നുള്ളത്. അപ്പോ ഐക്യരാഷ്ട്ര സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുക, അവരുടെ അന്താരാഷ്ട്ര രംഗങ്ങളിലുള്ള നിന്ന് പിന്മാറിയ പാരീസ് അഗ്രിമെന്റ്, TTP, ഇറാൻ ന്യൂക്ലിയർ അഗ്രിമെന്റ്, ക്യൂബയുമായിട്ടുള്ള സംവാദങ്ങൾ, ഇവയെല്ലാം പുനഃസ്ഥാപിച്ചു കഴിയുമ്പോൾ അമേരിക്ക വീണ്ടും ശക്തമായ ഒരു രാജ്യമായി തന്നെ മുന്നോട്ട് പോകും. ചൈനയ്ക്ക് വളരെയധികം ശക്തി ആർജിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ചൈന ഇന്ത്യക്കെതിരായി നീക്കങ്ങൾ നടത്തിയപ്പോൾ അമേരിക്ക, വിശേഷിച്ചും പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപെയോയും വളരെ ശക്തമായി ഇന്ത്യയെ സഹായിച്ചത്. ഇങ്ങനെ ഒരിക്കലും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 1962 അമേരിക്ക ആക്രമിച്ചപ്പോൾ ശരിയാണ്, പ്രസിഡന്റ് കെന്നഡി ഇന്ത്യയിലേക്ക് ധാരാളം ആയുധങ്ങളൊക്കെ അയക്കുകയുണ്ടായി. പക്ഷെ അതുകൊണ്ടായിരിക്കാം ചൈന പെട്ടെന്ന് പിൻവാങ്ങിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാദ്യമായിട്ടാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഇന്ത്യയെ ശക്തമായി സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗങ്ങളായിട്ടാണ് നാം കാണേണ്ടത്. അത് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വങ്ങളെയോ അടിസ്ഥാനപരമായ ശക്തിയെയോ ബാധിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. പക്ഷെ എല്ലാ സിവിലൈസേഷനുകളും എല്ലാ സംസ്കാരങ്ങളും ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് മാറിപ്പോകാറുണ്ട്. ഗ്രീക്ക് സാമ്രാജ്യമായാലും അതുപോലെ എത്രയോ സാമ്രാജ്യങ്ങൾ തകർന്നു പോയി. പക്ഷെ അത് സംഭവിച്ചെന്ന് വരാം വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ ഇക്കാലത്ത് ഒരു ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി ഉള്ള ഒരു രാജ്യം, അതുപോലെ സാമ്പത്തിക ശക്തി വളരെയധികമുള്ള ഒരു രാജ്യം, നല്ല ഒരു ഡെമോക്രാറ്റിക് അടിസ്ഥാനമുള്ള ഒരു രാജ്യം എന്ന നിലയിലെല്ലാം അമേരിക്കയ്ക്ക് വലിയ വലിയ സാധ്യതകളാണ് ഉള്ളത്. അത് ലോകത്തിന് തന്നെ പ്രയോജനപ്രദമാകും. കാരണം ഇപ്പോൾ ലോകത്ത് മറ്റൊരു സിസ്റ്റം ഇല്ലല്ലോ. ചൈനയിൽ പോലും കമ്മ്യൂണിസമോ സോഷ്യലിസമോ ഒന്നുമില്ല. എല്ലാവരും എങ്ങനെ കൂടുതൽ സാമ്പത്തിക ശക്തി നേരിടുക, കൂടുതൽ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് മാറുക എന്നുള്ളത് ശീതസമരത്തിന് ശേഷം അമേരിക്കയ്ക്കുണ്ടായ ഒരു വിജയം തന്നെയായിരുന്നു.
അതിപ്പോഴും തുടരുകയാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹം അതല്ല. നമുക്ക് ഒരു യൂണിപോളാർ വേൾഡ് ആവശ്യമില്ല. അമേരിക്ക മാത്രം ശക്തമായി നിൽക്കുന്ന ഒരു ലോകമല്ല നമ്മൾ സ്വപ്നം കാണുന്നത്. ഏതെങ്കിലും ഒരു 6 രാജ്യങ്ങളുടെ സെൻട്രിക് ആയിട്ട് ഒരു മൾട്ടി പോളാർ വേൾഡാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അമേരിക്ക തീർച്ചയായും ശക്തമായിരിക്കും, ചൈന ശക്തമായിരിക്കും, യൂറോപ്യൻ യൂണിയൻ ആയിരിക്കും, ജപ്പാൻ, ഇന്ത്യ, ഈ രാജ്യങ്ങളെല്ലാം, റഷ്യ, കോഴ്സ്, ഈ 6 രാജ്യങ്ങളായിരിക്കണം ഒരുപക്ഷെ ഭരണചക്രം, ലോകത്തിന്റെ ഭരണചക്രം നടത്തേണ്ടത് എന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. പക്ഷെ അതിന് പോലും ഉടനെ സാധ്യതയില്ല. ഒരു യൂണിപോളാർ വേൾഡ് തന്നെയാണ് ഇപ്പോഴും. അപ്പം പ്രസിഡന്റ് ബൈഡൻ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ അവസരമാണ്, അതുപോലെ ഒരു വലിയ വെല്ലുവിളിയും കൂടെയാണ് ഇന്നത്തെ അമേരിക്ക. പക്ഷെ അമേരിക്കയുടെ ജനാധിപത്യത്തെ പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. അത് തുടരും. മാറ്റങ്ങൾ ഉണ്ടാകാം, പക്ഷെ തുടരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം.